നമസ്കാരം. സത്യസന്ധമായി പറയുകയാണ്, ഇന്ന് 10-ാം തീയതി 5 ദിവസങ്ങൾ കൂടി കടന്നുപോയാൽ മലയാള സിനിമാക്കാരെ മുഴുവൻ തല താഴ്ത്തേണ്ടി വരുന്ന അവസ്ഥയിലെത്തിച്ച അമ്മയുടെ തിരഞ്ഞെടുപ്പ് കഴിയും. തലേ ദിവസം 14-ാം തീയതി, 4 ദിവസം കഴിഞ്ഞാൽ പ്രൊഡ്യൂസർമാരുടെ, നിർമ്മാതാക്കളുടെ ഇലക്ഷനും കഴിയും. ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകണമെന്ന് എനിക്കറിയില്ല. രണ്ടിടത്തും അതിലെ ഏറ്റവും ഭീഭത്സമായ കാഴ്ചകൾ നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്മയിലാണ്. ഒരു മത്സരമാകുമ്പോൾ പരാതി പറയലും പരിഭവം പറച്ചിലും അഴിമതി ചൂണ്ടിക്കാട്ടലും ഒക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അവിടെ ഒക്കെ കടന്ന് ഞങ്ങൾക്കിഷ്ടമില്ലാത്ത മത്സരിക്കുന്നവരോടും ജയിക്കുമെന്ന് തോന്നുന്നവരോടും ചിലർ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ എല്ലാ അതിരും വിട്ടു പോകുന്നു എന്നുള്ളതാണ് സത്യം. ഇവരൊക്കെ നാളെ എങ്ങനെ മുഖാമുഖം നോക്കും എന്നതാണ് എൻ്റെ ചിന്ത. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തളയ്ക്ക് വിളിച്ചിട്ട് ഇലക്ഷൻ കഴിഞ്ഞ ശേഷം എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഈ തെറി വിളിച്ചവരെ നോക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഫണ്ടിൽ കിടക്കുന്ന 7-8 കോടി കൈയിട്ട് വരാനും, അമ്മയുടെ ഓഫീസ് ബ്രോക്കർ ഓഫീസാക്കാനും, എതിരാളികളെ വെട്ടിയരിയാനും, ഞങ്ങളേ ഉള്ളൂ ഇനി അമ്മ നയിക്കാനെന്നും വിചാരിക്കുന്ന ഒരു ചെറിയ കയ്യൂക്കുകാരും വലിയ ഒരു പക്ഷവും തമ്മിലുള്ള ബലാബലമായി ഈ തെരഞ്ഞെടുപ്പ് മാറുന്നു. ചെറിയ പക്ഷേ ഉള്ളൂ കേട്ടോ ഈ ഗുണ്ടാ സെറ്റപ്പുള്ള. ബാക്കി 500-505 അംഗങ്ങളുണ്ടെങ്കിൽ അതിൽ ഭൂരിപക്ഷം പേരും മറുവശത്താണ്. ഈ തെരഞ്ഞെടുപ്പ് അങ്ങനെ മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കയ്യൂക്കുള്ളവർ ഏത് ഹീനമായ വഴിയും ഉപയോഗിക്കുന്നു. അതിന് അമ്മയുടെ മാപ്പിളയായി സ്വയം ധരിച്ച് നടക്കുന്ന ഒരു യൂട്യൂബറെയും ഉപയോഗിക്കുന്നു. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ആരമ്മയിൽ ജയിച്ചാലും, ആരെന്നൊന്നും പറയണ്ട, ജയിക്കുന്നവരെയൊക്കെ എനിക്കറിയാമല്ലോ. നിങ്ങൾ അധികാരത്തിലേറിയാൽ ആദ്യം ചെയ്യേണ്ടത് അമ്മയുടെ ഓഫീസിൻ്റെ പടി കയറി ഒരു യൂട്യൂബറെയും ഓഫീസിനകത്തേക്ക് വിടരുത്. അമ്മയുടെ മാപ്പിളയാവാനായിട്ട് വരും. ഈ നുണകൾ മാത്രം ചെയ്ത് ഉപജീവനം നടത്തുന്ന ചില ഇത്തിൽ കണ്ണികൾ ഒറ്റ എണ്ണത്തിനെ കയറ്റരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ചെളിവാരി എറിയലിൽ പ്രതികളാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഈ ചെളിവാരി എറിയലുകളിൽ പ്രതിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ഗണേശൻ, ഇടവേള ബാബു മുതലായവരെയാണ്. അവർ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് ഗാലറിയിൽ കയറി ഇരുന്നതാണ് ഇന്നത്തെ ഈ നാറുന്ന അവസ്ഥയ്ക്ക് പ്രധാന കാരണം എന്ന് ഞാൻ പറയും. ഞങ്ങളില്ല, ഏത് ഇരപ്പാളിക്കും കയറിയിരിക്കുക, ഞങ്ങളില്ല എന്ന് പറഞ്ഞ് മാറിയതാണ് ഇപ്പോൾ പരസ്പരം ഈ ചീത്തവിളി നടക്കുന്നത്. ഈ വയ്യായ്മ കാലത്തും ഒരു പെണ്ണുമ്പിള്ള നിർമ്മാതാക്കളുടെ സംഘടനയെ പൊതുജനത്തിൻ്റെ മുന്നിൽ താറടിക്കുന്നത് കണ്ടപ്പോൾ വിളിച്ച് സംസാരിച്ച ആളാണ് മമ്മൂട്ടി. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാൻ പറ്റിയ ആൾതാമസം തലയ്ക്കകത്ത് ഇല്ലാത്തതിനാൽ അതിനെ വാർത്തയാക്കി മമ്മൂട്ടിയുടെ മകൾക്കാണ് ഈ അവസ്ഥ ഉണ്ടായതെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറയുമോ എന്നൊക്കെ ആ പെണ്ണുമ്പിള്ള പരസ്യമായി ചോദിച്ചത്. ഞാൻ പറയുന്നത് മമ്മൂട്ടിക്ക് ഇത്രയും വേണമെന്നാണ്. എൻ്റെ മകളെ അന്തസ്സായി വിവാഹം കഴിച്ച് മക്കളും ഭർത്താവുമൊക്കെയായി മാന്യമായി ചില ബിസിനസ്സുകൾ ചെയ്ത് അവർ ജീവിക്കുന്നു. അല്ലാതെ കണ്ടവന്മാരോട് മസിൽ പിടിക്കാനും ക്യാമറയുടെ മുന്നിൽ ആരെയും എന്തും പറഞ്ഞ് ശ്രദ്ധ നേടാൻ വിട്ടിട്ടില്ല എന്ന് പറയാൻ അദ്ദേഹത്തിൻ്റെ മാന്യത അനുവദിക്കുന്നില്ല, മമ്മൂക്കയുടെ മാന്യത അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയാത്തത്. ഇവിടെ എനിക്ക് പെട്ടെന്നൊരു കഥ ഓർമ്മ വരുന്നു. ഇനിയിപ്പോൾ എന്നെ കൊല്ലാൻ നടക്കുന്ന ഒരുത്ത തിരുവനന്തപുരത്തുണ്ട്. അവൻ കയറി ഇനി പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. ഭദ്രൻ ചേട്ടൻ്റെ സ്ഫടികം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയാണ്. ഒരുപാട് ക്യാമറമാൻമാർ മാറി മാറി വന്നല്ലോ. ഒരു ഷെഡ്യൂളിൽ ക്യാമറമാൻ എസ് കുമാറായിരുന്നു, എൻ്റെ നാട്ടുകാരൻ. എസ് കുമാർ ലൈറ്റപ്പ് എല്ലാം കഴിഞ്ഞു, റിഹേഴ്സൽ നോക്കാം എന്ന കട്ടകുത്തിയപ്പോൾ ഭദ്രൻ ചേട്ടൻ അസോസിയേറ്റ് ഡയറക്ടറോട് പറഞ്ഞു, വിളിക്ക് ആർട്ടിസ്റ്റുകളെ വിളിക്ക്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള ആർട്ടിസ്റ്റ് ആരെന്ന് ചോദിച്ചാൽ തിലകൻ ചേട്ടനാണ്. വിളിക്കാൻ ചെന്നു അസോസിയേറ്റ് ഡയറക്ടർ. ചേട്ടാ ഷോട്ട് റെഡി ആണോ എന്ന് ചോദിച്ചു. ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുമാറിൻ്റെ ലൈറ്റപ്പൊക്കെ ഇദ്ദേഹത്തിന് അറിയാമെന്നുള്ളതായിരിക്കാം. എന്നെ വെറുതെ വിളിച്ച് അവിടെ കൊണ്ട് നിർത്തരുത്. ഷോട്ട് റെഡി ചേട്ടാ, സംവിധായകൻ പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ വിളിക്കാൻ വന്നേ. പിന്നെ അവിടെ റെഡി ആയില്ലേ എന്നൊക്കെ സംവിധായകനും ക്യാമറമാനും ഒക്കെ തീരുമാനിക്കുന്നത്. എന്നോട് റെഡി എന്ന് പറഞ്ഞു. ഒന്നും പറയാതെ തിലകൻ ചേട്ടൻ എണീറ്റ് ക്യാമറയുടെ മുന്നിലെത്തുമ്പോൾ കാണുന്ന കാഴ്ച കുമാർ പറയുകയാണ്, ഈ ലൈറ്റ് എടുത്ത് ഇവിടെ വൈ, ആ ലൈറ്റ് എടുത്ത് ഇവിടെ വൈ, ഇവിടുന്ന് ഒരു ബൗൺസ് വൈ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ലൈറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുന്നു. ദഹിപ്പിക്കുന്ന ഒരു നോട്ടം തിലകൻ ചേട്ടൻ രാജാജിയെ നോക്കി. അസോസിയേറ്റ് ഡയറക്ടർ രാജാജിയാണ്. ഒന്നിങ്ങനെ നോക്കി. രാജാജി ഞാൻ ഇവിടുത്തുകാരനല്ല എന്നുള്ള രീതിയിൽ നിന്നു.
ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ലൈറ്റ് റെഡിയായി. ഷോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് തിലകൻ ചേട്ടൻ പുറത്തിരിക്കാനായിട്ട് പോകുന്ന വഴിക്ക് രാജാജി നോക്കിയിട്ട് വാ പറഞ്ഞു. രാജാജി പുറകെ ചെന്നപ്പോൾ തിലകൻ ചേട്ടൻ പറഞ്ഞു, നിൻ്റെ അച്ഛനെ എനിക്കറിയില്ല, പക്ഷെ നിൻ്റെ അച്ഛൻ്റെ പ്രായമില്ല എനിക്ക്. എന്നെ വിളിച്ചോണ്ടെന്ന് ഈ 6-7 മിനിറ്റ് ഇങ്ങനെ നിർത്തിയത് ശരിയാണോ? അപ്പോൾ രാജാജി പറഞ്ഞു, ചേട്ടാ ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല, സംവിധായകൻ റെഡിയാണ് വിളിക്കാൻ പറഞ്ഞു, ഞാൻ വിളിച്ചു. ഞാൻ ചേട്ടനെയും കൊണ്ട് വരുന്നതിനിടയിൽ കുമാർ സാർ ഈ ലൈറ്റൊക്കെ മാറ്റുമെന്ന് എനിക്ക് അറിയില്ലല്ലോ ചേട്ടാ. അല്ല, നീ മനഃപൂർവ്വം ചെയ്തതാണ് എന്നായി തിലകൻ ചേട്ടൻ. നീ ഒരു കാര്യം ഞാൻ പറഞ്ഞത് നീ ഓർത്തു വെച്ചോ, നിൻ്റെ അച്ഛൻ്റെ പ്രായമുണ്ട് എനിക്ക്, എന്നെ അങ്ങനെ കൊണ്ടു നിർത്തിയത് ശരിയായില്ല എന്നുള്ളത്. എന്തുകൊണ്ട് രാജാജിക്ക് പെട്ടെന്ന് ടെമ്പർ കൂടി. രാജാജി പറഞ്ഞു, ചേട്ടാ എൻ്റെ അച്ഛന് നിങ്ങളുടെ പ്രായമുണ്ട്, പക്ഷെ ഞാൻ ചെയ്യുന്നത് എൻ്റെ അച്ഛൻ അന്തസ്സായിട്ട് വീട്ടിലിരുത്തി ചിലവിന് കൊടുക്കുകയാണ് ഞാൻ. നിങ്ങൾക്ക് അങ്ങനെ ചിലവിന് ഒരാളില്ലാത്തതിന് ഞാനെന്ത് ചെയ്യാൻ? പൊതുവേ ചൂടാവുന്ന ആളാണ്, പക്ഷേ തിലകൻ ചേട്ടൻ ചിരിച്ച് അങ്ങ് വിഷയം കളഞ്ഞു. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വിട്ടു. ഇപ്പോൾ ഈ മമ്മൂട്ടിയോട് ഫോൺ വിളിച്ച പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, നമ്മൾ സിനിമാക്കാരെല്ലാം സഹോദരന്മാരല്ലേ. സുരേഷ് കുമാറിനെ നിന്ന് തള്ളക്കി വിളിക്കാതെ, അയാളുടെ പ്രതാപ സമയത്തായിരുന്നെങ്കിൽ സുരേഷ് കാണിച്ചു കൊടുത്തന്നെ എന്താണെന്ന്. സുരേഷ് ആരെന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പിള്ളേരെല്ലാം വളർന്ന് രണ്ടുപേരും കല്യാണം കഴിച്ചൊക്കെ അയച്ച് നമുക്ക് പ്രായമാവല്ലേ, 10-65 വയസ്സായില്ലേ എന്ന് തോന്നിയോണ്ടായിരിക്കും അദ്ദേഹം ഒതുങ്ങുന്നത്. ഒരു ഓഫീസിൽ ഇത്രയും ക്യാമറകൾ ഇരിക്കുമ്പോൾ ഈ പെണ്ണും പിള്ള അവിടെ കാണിച്ച അട്ടഹാസം കാണണം. നിങ്ങൾ വിരൽ ചൂണ്ടിക്കൊണ്ട് ഇടി കൊടുക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. മൂക്കിലിട്ട് സുരേഷിൻ്റെ ഇങ്ങനെ മൂക്കിലിട്ട് ഇടിച്ചു കൊടുക്കുമെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ടാണ് ഈ കഥ ഞാൻ പറയേണ്ടി വന്നത്. അതുപോട്ടെ, സിനിമാക്കാരായ നമ്മൾ തമ്മിൽ പരസ്യമായുള്ള വിഴുപ്പലക്കൽ നല്ലതല്ല എന്ന് പറഞ്ഞ് ഒരാവശ്യവുമില്ലാതെ വല്ലവരുടെയൊക്കെ വായിലിരിക്കുന്നത് മുഴുവൻ കേട്ട മമ്മൂട്ടി എന്തുകൊണ്ട് അമ്മയിലെ സഹപ്രവർത്തകരെ വിളിച്ചിട്ട് ദയവായി നാറ്റിക്കരുത് എന്ന് പറയുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പ്രായത്തിൻ്റെ അവശതയുണ്ടെങ്കിലും എനിക്ക് മമ്മൂട്ടിയോട് അല്പം സംസാരിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞ മധുസാറിനെ അതറിഞ്ഞ മമ്മൂട്ടി വിളിച്ച് സംസാരിച്ചിരുന്നു ഈ അടുത്ത കാലത്ത്. എന്തോ മധുസാറിന് തോന്നി മമ്മൂട്ടിയോട് അല്പം സംസാരിക്കണം. അയാൾ സുഖമില്ലാതെയൊക്കെ മദ്രാസിൽ ട്രീറ്റ്മെൻ്റ് അല്ലേ. എനിക്കെന്തോ മമ്മൂട്ടിയോട് സംസാരിക്കണമെന്ന് തോന്നി. അദ്ദേഹം ഒരാളിനോട് പറഞ്ഞു. ആ ആൾ വിളിച്ച് മമ്മൂട്ടിയോട് പറഞ്ഞു, ഇങ്ങനെ മധുസാറിന് സംസാരിക്കണം എന്ന് പറയുന്നു, വിളിക്കാൻ പറയട്ടെ എന്ന് കേൾക്കുമ്പോൾ മമ്മൂട്ടി ഇങ്ങോട്ട് വിളിച്ചു, തിരുവനന്തപുരത്തേക്ക് വിളിച്ച് മധുസാറുമായിട്ട് സംസാരിച്ചു. എനിക്ക് പറയാനുള്ളത്, ആ മധുസാർ മോഹൻലാലിനെ വിളിച്ചിട്ട് എന്തോന്നാ കുറേ കൂതറകൾ വിഴുപ്പലക്കുന്നത്, ലാലൊന്ന് ഇടപെടണം എന്ന് പറയണമായിരുന്നില്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അവശതയാണെങ്കിൽ മധുസാർ വിളിക്കണമായിരുന്നു. ലാലേ മോനെ, എന്തോന്നടാ അവിടെ എറണാകുളത്ത് നടക്കണേ, ഒന്ന് ഇടപെടണം കേട്ടോ എന്ന് പറയണമായിരുന്നു മധുസാർ. ഇതിപ്പോൾ ഞാൻ അമ്മയുടെ അംഗമാണ് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്കല്ലേ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും കാര്യങ്ങൾ പോകുന്നത്. സൂത്രധാരന്മാർ, ഗുണ്ടകളും ലോക്കൽ ചട്ടമ്പികളും, കൊല്ലാൻ പോലും മടിയില്ലാത്തവരും, തട്ടിപ്പും വെട്ടിപ്പും കുലത്തൊഴിലായി കൊണ്ടു നടക്കുന്നവർ, ചിലരെ ഇറക്കി വിട്ട് കളിക്കുന്ന നാറിയ കളികൾ അമ്മയെ മാത്രമല്ല സിനിമാക്കാരെ മൊത്തം നാറ്റിക്കുന്ന തരത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അടുത്ത 5 ദിവസം എന്തെല്ലാം വൃത്തികെട്ട കളികൾ ഇക്കൂട്ടർ കളിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പം തന്നെ കണ്ടില്ലേ, അവരുടെ കൈവശം ഉണ്ടെന്ന് ഉറപ്പില്ലാത്ത, ആരുടെ കൈവശം ഉണ്ടെന്ന് ഉറപ്പില്ലാത്ത ഒരു മെമ്മറി കാർഡിൽ പിടിച്ചിട്ട് കുക്കു പരമേശ്വരനെതിരെ നടക്കുന്ന കളികൾ, 12 പേരെ വളഞ്ഞിരുത്തി പറഞ്ഞ കഥകളും വെളിയിൽ പറയാൻ പറ്റാത്ത കഥകളും ഒക്കെ ചിത്രീകരിച്ചു എന്നാണ് പറയുന്നത്. എന്താവും സംഗതി എന്ന് എനിക്കറിയില്ല. നിങ്ങളെയൊക്കെ അമ്മയുടെ ആൺമക്കളാണോ സിനിമാക്കാർ മൊത്തത്തിലാണോ ദ്രോഹിച്ചത് ഒന്നും നമുക്കറിയില്ല. ഈ 12 പെണ്ണുങ്ങളെ അമ്മയിലുള്ള ആണുങ്ങളാണോ ഉപദ്രവിച്ചത്, അല്ലെങ്കിൽ മോശമായി പെരുമാറിയത്, അല്ലെങ്കിൽ സിനിമയിൽ മൊത്തത്തിലുള്ളവരാണോ മോശമായി പെരുമാറിയത് ഒന്നും നമുക്കറിയില്ലല്ലോ. കമ്മിറ്റി അംഗമല്ലാതിരുന്ന കുക്കു ആണോ, കമ്മിറ്റി ചുമതലപ്പെടുത്തിയ പൊന്നമ്മ ബാബു, മഞ്ജു പിള്ള, KPS ലളിത എന്നിവരാണോ ഈ മെമ്മറി കാർഡിൻ്റെ ഉത്തരവാദികളെന്ന് അവരാണ് പറയേണ്ടത്. കമ്മിറ്റിയിലുള്ള ഞങ്ങളാണോ, ഇത് നടത്തിയ ഞങ്ങളാണോ, അതോ കമ്മിറ്റിയില്ലാത്ത കുക്കു ആണോ എന്ന് അവരാണ് പറയേണ്ടത്. കമ്മിറ്റി അംഗമല്ലാത്ത കുക്കു ആണ് ഉത്തരവാദി എന്നാണ് പറഞ്ഞത്. അതെന്താ എന്ന് ചോദിച്ചാൽ, കുക്കു പരമേശ്വരൻ മത്സരിക്കുന്നു ജനറൽ സെക്രട്ടറി ആയിട്ടോ, അത് ഞങ്ങൾ അംഗീകരിക്കില്ല, ജയിക്കുമെന്ന് തോന്നുന്നു, അതുകൊണ്ട് കുക്കുവാണ് ഉത്തരവാദി എന്നാണ് അവർ മനസ്സിലിരിപ്പെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് കുക്കുവിനെതിരെ നീങ്ങുന്നത്. കുക്കുവിൻ്റെ കൈവശം ഉണ്ടെന്ന് നിങ്ങൾ പറയുന്ന രഹസ്യ കാർഡ് കുക്കു ആർക്കെങ്കിലും എതിരെ പ്രയോഗിച്ചോ എന്ന് ചോദിച്ചാൽ പ്രയോഗിച്ചില്ല.
15-ാം തീയതിയല്ലേ ഇലക്ഷൻ, 14-ാം തീയതി ചിലപ്പോൾ പ്രയോഗിച്ചാലോ എന്നാവും ഇവരുടെ ഉത്തരം. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് ഏതെങ്കിലും വർഷത്തിൽ അമ്മയിൽ ഇക്കാര്യത്തെപ്പറ്റി പരാതി കൊടുത്തോ എന്ന് ഇവരോട് ചോദിച്ചാൽ, ഈ പ്രതിഷേധിക്കുന്നവരോട് ചോദിച്ചാൽ, ഇല്ല, ഞങ്ങൾ പരാതി കൊടുത്തിട്ടില്ല, കാരണം കുക്കു ജനറൽ സെക്രട്ടറി ആയിട്ട് മത്സരിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നല്ലോ, അതുകൊണ്ട് ഞങ്ങൾ പരാതി കൊടുത്തില്ല എന്നായിരിക്കും പറയുന്നത്. അതെന്താ നിങ്ങൾ അങ്ങനെ ചെയ്യണേ എന്ന് ചോദിച്ചാൽ, കുക്കു ഇപ്പം മത്സരിക്കുകയല്ലേ, അത് ഞങ്ങളുടെ കൺകണ്ട ദൈവം, ജീവാത്മാവും പരമാത്മാവും ഒക്കെ ആയിരുന്ന ആളിനെതിരെയല്ലേ നോമിനേഷൻ കൊടുത്തില്ലേ, അപ്പോൾ കുക്കുവാണ് കുറ്റവാളി എന്നായിരിക്കും അവർ പറയുന്നത്. രസമതല്ല. 100 പ്രശ്നങ്ങൾ വേറെ പരിഹരിക്കാൻ കിടക്കുമ്പോൾ വനിതാ കമ്മീഷനെ വരെ ഇതിൽ ചാടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ ബുദ്ധി കേന്ദ്രങ്ങൾ ആരൊക്കെയാണ് എന്ന് ഇത് കാണുന്ന ഓരോരുത്തരും ചിന്തിക്കണം. അമ്മയിലെന്നല്ല, സിനിമ ഇൻഡസ്ട്രിക്ക് മുഴുവൻ അറിയാം ആളിനെ. ഇതല്ല, ഇതിൻ്റെ അപ്പുറവും പോകുന്ന ഏത് തറക്കളിയും കളിക്കുന്ന ഒരുത്തനാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. അവന് പറ്റിയ കുറേ കൂതറകളെ കൂടെ കൂട്ടി കളിക്കുന്ന എന്താ പറയുക തറക്കളികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പം തന്നെ കേട്ട് കേൾവി പോലും ഇല്ലാത്ത ഒരു നാറ്റക്കേസിൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ആദ്യ വനിതയായ ശ്വേത മേനോനെതിരെ ഒരു മരപ്പൊട്ടനെ ഇറക്കി കളിക്കുന്ന കണ്ടില്ലേ? ലോകത്തൊരിടത്തും ഇങ്ങനത്തെ ഹീനമായൊരു കളി നടന്നിട്ടില്ല. ശ്വേത മേനോൻ 25 വർഷം മുമ്പ് കാമസൂത്ര എന്ന കോണ്ടത്തിൻ്റെ മോഡലായി ചെയ്തിട്ടുണ്ട്. അന്ന് 25 വർഷം മുമ്പ് നമ്മൾ കാണുമ്പോൾ ഞാനൊക്കെ ഞെട്ടിപ്പോയിട്ടുണ്ട്. അയ്യോ, ഈ കുട്ടിക്ക് എന്തൊരു ചങ്കൂറ്റം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. രതി നിർവേദം, കളിമണ്ണ്, പാലേരി മാണിക്യം തുടങ്ങിയ സിനിമകളിൽ ശരീര പ്രദർശനം നടത്തി സാമ്പത്തിക ലാഭത്തിന് ഉദ്ദേശത്തോടെ സിനിമയിലും പരസ്യത്തിലും അഭിനയിച്ചു. സോഷ്യൽ മീഡിയയിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് വരുമാനം നേടി. പിന്നെ പറയാൻ അറയ്ക്കുന്ന കുറേ കാര്യങ്ങൾ ചേർത്താണ് കൊച്ചിയിലുള്ള ഒരുത്തൻ കൊണ്ടൊന്ന് കേസ് കൊടുത്തിരിക്കുന്നത്.